യേശുവിൻ്റെ തിരുഹൃദയം, സകലർക്കും ശാശ്വതമായ അഭയസങ്കേതം. ഒരിക്കലും വറ്റാത്ത അനന്തമായ സ്നേഹത്തിൻ്റെ തെളിനീരുറവയാണ് ആ ഹൃദയം. ആ തിരുഹൃദയത്തിൻ്റെ സ്നേഹസ്പർശം അനുഭവിച്ചുകൊണ്ട് സ്നേഹധനനായ അനുഗ്രഹീത സംഗീതജ്ഞൻ ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ. ആഴമേറിയ തിരുമുറിവിലെ അഭയസ്ഥാനത്തേക്കാണ് ഈ സ്വർഗീയ ഗാനം നമ്മെ നയിക്കുന്നത്. തിരുഹൃദയത്തോടുള്ള ഭക്തി, തിരുഹൃദയത്തോടുള്ള സ്നേഹം മനസ്സിലിങ്ങനെ മെഴുതിരി പോലെ കത്തി കത്തി വന്നപ്പം എഴുതിയ പാട്ടാണ്. തിരുഹൃദയനാഥനെ അധരങ്ങളാൽ ഞാൻ അവിടുത്തെ നാമമെന്നും ഏറ്റുപാടുമേ. തിരുഹൃദയനാഥനെ ആധരങ്ങളാൽ ഞാൻ അവിടുത്തെ നാമമെന്നു ഏറ്റുപാടുമേ. തിരുഹൃദയനാഥനെ ആധരങ്ങളാൽ ഞാൻ അവിടുത്തെ നാമമെന്നു ഏറ്റുപാടുമേ. എൻ്റെ ഹൃദയം വല്ലാതെ വേദനിച്ച സമയത്താണ് ഈശോയുടെ തിരുഹൃദയത്തെ അടുത്ത് ചെന്ന് നോക്കിയത്. അല്ലെങ്കിലും ഈ ഹൃദയങ്ങളൊക്കെ മുറിയുമ്പോഴാണല്ലോ മുറിഞ്ഞവനെ നമ്മളൊന്ന് അടുത്ത് ചെന്ന് കാണുന്നതും കരുതുന്നതും. കർത്താവിൻ്റെ വിലാവിലേക്ക് നോക്കി എൻ്റെ ഹൃദയം കൊണ്ട് എഴുതിയ വരികളാണ്. ആലപ്പുഴയിൽ 1998 എൻ്റെ ഓർമ്മ. ഒരു കൊച്ചു പള്ളിയുടെ അകത്ത്, അരിയാട് പള്ളിക്കകത്ത് മുട്ടുകുത്തിയും ഇഴഞ്ഞും വിതുമ്പിയും തകർന്നും ആൾത്താരെ നോക്കി വെറുതെ കരയുകയല്ല, നിലവിളിച്ചെഴുതിയതാണ് ഈ പാട്ട്. നിലവിളിച്ചെഴുതിയതാണ്. എൻ്റെ നീറ്റൽ പോയി ആൾത്താരെ കൊണ്ടുപോയി ഒട്ടിച്ചു വെച്ചതാണ് ഈ പാട്ട്. തിരുഹൃദയമേ, തീരാത്ത സ്നേഹമേ, ആകാശം പോലല്ലോ നിന്റെ വിശ്വസ്തത. ഹാഗാർ കണ്ട കിണർ പോലെയാണ് മിശിഹായുടെ ഹൃദയം. ഹൃദയത്തിന് മുമ്പിൽ, ജീവിതത്തിന് മുമ്പിൽ ഈ ദിവ്യസ്നേഹത്തിൻ്റെ കിണർ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് പാടിയത്, തിരുഹൃദയമേ തീരാത്ത സ്നേഹമേ, തോരാമഴയേക്കാൾ അപ്പുറം തീരാത്ത സ്നേഹമേ. ഇന്നും ക്രിസ്തുവിൻ്റെ ഈ ജ്വലിക്കുന്ന ഹൃദയം കാണുമ്പം ആത്മാവിൽ അവൻ്റെ ഹൃദയത്തിലെ പോലെ തീയാളുകയാണ്. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും തീ. തിരുഹൃദയമേ, തീരാത്ത സ്നേഹമേ, ആകാശം പോലല്ലോ നിന്റെ വിശ്വസ്തത. തിരുഹൃദയനാഥനെ ആധരങ്ങളാൽ ഞാൻ അവിടുത്തെ നാമമെന്നു ഏറ്റുപാടുമേ. MG ശ്രീകുമാർ ഈ പാട്ട് കൊതിച്ച് കൊതിച്ചാണ് പാടിയത്. അച്ഛാ മതിയോ, ഇങ്ങനെ മതിയോ, ഇങ്ങനെ മതിയോ എന്ന് ചോദിച്ചാണ് പാടിയത്. ഓരോ വരിയും പാടിയിട്ട് അതിന് 3-4 ഓപ്ഷൻസ് പാടും. എനിക്ക് അത്ര ഇഷ്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് MG ശ്രീകുമാറിന് വേണ്ടി പിറന്ന പാട്ടാണോന്ന് പോലും. ആധരങ്ങളാൽ ഞാൻ അവിടുത്തെ നാമമെന്നു ഏറ്റുപാടുമേ. സ്നേഹം മാത്രം ധാര ധാരയായി പെയ്തിടും മേഘം പോലെ യേശുവേ നീ മുമ്പിൽ നിന്നല്ലോ. നിൻ്റെ നേർത്ത രോദനം പോലും നിൻ്റെ ചങ്കൊന്ന് പിടയ്ക്കാൻ തുടങ്ങുമ്പം, ഉള്ളൊന്ന് നനയാൻ തുടങ്ങുമ്പോൾ ആ നനവ് പോയി അവൻ്റെ വിലാവിനെ പിടപ്പിച്ച് കളയും. നേർത്ത രോദനം കാതോർത്ത് കേട്ടു നീ, എൻ്റെ രോദനത്തിൻ്റെ നേരെ നീ ചെവിചായ്ച്ച് പിടിക്കും. ആ ഒരു നോട്ടമുണ്ടല്ലോ, എൻ്റെ ചങ്കിൻ്റെ നേരെ ചെവിചായ്ച്ചുള്ള നിൻ്റെ ആ നിൽപ്പുണ്ടല്ലോ കർത്താവേ, അത് കാണുമ്പോൾ എൻ്റെ ചങ്കുരുകി പോവുകയാണ്. ആർദ്രഭാവങ്ങൾ വേരോടെ കാണുന്നത് നീയാ. ചിലപ്പോൾ ഞാൻ വിഷാദിച്ചിരിക്കുമ്പം ചിലരൊക്കെ വന്ന് ചോദിക്കുക, എന്നാ പറ്റി വെച്ചോ, എന്നാ പറ്റി? വിഷമിക്കണ്ട, സാരമില്ല. പക്ഷേ എൻ്റെ ദുഃഖത്തിൻ്റെ ആർദ്രഭാവത്തിൻ്റെ അടിവേര് കാണുന്നവൻ നീ മാത്രമാണ്.
എനിക്കൊന്നും മറയ്ക്കാനില്ല. തിരുഹൃദയമേ, നീ എനിക്ക് തരുന്ന ഏറ്റവും വലിയ ഉറപ്പ്, ഒന്നും മറയ്ക്കാതെ ഒന്നും മൂടാതെ ഇലകൊഴിഞ്ഞ മരത്തെ പോലെ നിൻ്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് പറ്റും. സ്നേഹം മാത്രം ധാരധാരയായി പെയ്തിടും മേഘം പോലെ യേശുവേ നീ മുന്നിൽ വന്നല്ലോ. നേർത്തരോദനം കാതോർത്തു കേട്ടു നീ, ആർദ്രഭാവങ്ങൾ നേരോടെ കണ്ടു നീ. ഒന്നും മറയ്ക്കാനില്ലേശുവേ നിൻ ദിവ്യസന്നിധി. നീ എൻ ജീവസംഗീതമാ, തിരുഹൃദയനാഥനേ. ആദരങ്ങളാലെ ഞാൻ അവിടുത്തെ നാമമെന്നേറ്റു പാടുമേ. ഓർമ്മ വെച്ച നാൾ മുതൽ അവൻ്റെ മധുരം ഞാൻ തൊട്ടറിഞ്ഞത് കുർബാനയില്ല. വേദഗ്രന്ഥത്താളിൽ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചറിഞ്ഞത് കുർബാനയില്ല. അമ്മ നൽകിയ ആദ്യത്തെ ഉമ്മ പോലെയാണത്. അതിൻ്റെ മധുരത്തെക്കുറിച്ചൊന്നും പറയാനില്ലല്ലോ. അന്ന് ആദ്യമായി അമ്മയെടുത്ത് ഉമ്മ വയ്ക്കുമ്പോൾ കാതിൽ പറഞ്ഞ ചില ആദ്യ പാഠങ്ങളില്ലേ, ചില ആദ്യ എഴുത്തുകളില്ലേ, ചില ആദ്യ പ്രബോധനങ്ങളില്ലേ, അതൊന്നും ഒരിക്കലും മറക്കില്ല. അങ്ങനെ മറക്കാത്ത അമ്മയുടെ ആദ്യ ചൊല്ല്, കാതിലെ ആദ്യത്തെ ചൊല്ല് പോലെയാണ് തിരുഹൃദയത്തിൻ്റെ മാറാത്ത സ്നേഹം. വേദഗ്രന്ഥത്താളിൽ നിന്നെ കണ്ടുവെങ്കിലും ആദ്യമായി അനുഭവിച്ചതോ ഈ ഓസ്തിയിൽ ഉമ്മ നൽകവേ അമ്മ നൽകിയ ആദ്യ പാഠങ്ങൾ, ആത്മദീപങ്ങൾ. ആർക്കും മായിക്കാൻ കഴിഞ്ഞിടാത്ത ദിവ്യ പുണ്യമാ ആയുഷ്കാലം കാത്തു പോരും ഞാൻ. തിരുഹൃദയനാഥനേ, ആദരങ്ങളാലെ ഞാൻ അവിടുത്തെ നാമമെന്നുമേറ്റു പാടുമേ. ഹൃദയത്തിനൊരു മധുരം വരാമെന്ന സങ്കല്പം തന്നെ, ചിന്ത തന്നെ ഉണ്ടായത് അവൻ്റെ മുറിഞ്ഞ ഹൃദയം കണ്ടപ്പോഴാണ്. ഒരു വലിയ സന്തോഷമുള്ളത്, എൻ്റെ ഒരു 7ാം ക്ലാസ് തൊട്ട് ഈ പ്രായം വരെ നമ്മുടെ ഹൃദയത്തിലൊരു മധുരം വേണമെന്ന് എപ്പോഴും ചിന്തിക്കാനും മാധുര്യത്തോടെ ഇടപെടണമെന്ന് ഓർമ്മിപ്പിക്കാനും ഈശോയുടെ തിരുഹൃദയം, ഇങ്ങനെ തീ കത്തുന്ന ഹൃദയം എൻ്റെ പുറകെ നിൽപ്പുണ്ടായിരുന്നു. ഇവിടെ ആശ്രയം കണ്ടെത്തുന്നവർ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ലെന്ന് സ്വാനുഭവത്തിലൂടെ നമ്മെ അനുസ്മരിപ്പിക്കുകയാണ് ഈ വന്ദ്യവൈദികൻ. ഇച്ചിരി പാടാൻ ബുദ്ധിമുട്ടുള്ള ഈ പാട്ടിൻ്റെ ഈ സംഗീതവും വരികളും ഒരുപോലെ പിറന്നുവെന്ന് ഓർക്കുമ്പോൾ ഒരു അത്ഭുതമാണ്. ശ്രീകുമാർ, MG ശ്രീകുമാർ ചേട്ടൻ ഇത് എത്രയോ മനോഹരമായിട്ട് പാടി. അദ്ദേഹം പാടിയ പാട്ടുകൾ ഏറ്റവും ഭംഗിയുള്ള പാട്ട് എന്ന് വേണേൽ പറയാം. ജാക്സൺ മനോഹരമായി ഓർക്കസ്ട്ര ചെയ്തു. എനിക്ക് ഇന്നും എന്നും ഒരു അത്ഭുതം, എനിക്ക് തന്നെ പിന്നീട് പാടാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നി. ഈ പാട്ട് ഒരു പള്ളിക്കകത്ത് ഒരുപോലെ വരിയും ഒരുപോലെ സംഗീതവും പിറന്നു. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഒരു അടയാളം കൂടിയാണിത്. അവിടുത്തെ തിരുഹൃദയത്തിന് പരിധിയില്ല, പരിമിതിയില്ല, അതിർത്തിയില്ല, ഭേദമില്ല. എന്തും സാധ്യമാകുന്ന ആ ഹൃദയത്തിൻ്റെ ഓർമ്മയായി, സ്മാരകമായി പാട്ട് നിൽക്കുകയാണ്. തിരുഹൃദയനാഥനേ, ആദരങ്ങളാലെ ഞാൻ അവിടുത്തെ നാമമെന്നുമേറ്റു പാടുമേ. തിരുഹൃദയനാഥനേ, ആദരങ്ങളാലെ ഞാൻ
അവിടുത്തെ നാമമെന്നുമേറ്റു പാടുമേ. തിരുഹൃദയമേ, തീരാത്ത സ്നേഹമേ, ആകാശം പോലല്ലോ നിന്റെ വിശ്വസ്തത. തിരുഹൃദയമേ, തീരാത്ത സ്നേഹമേ, ആകാശം പോലല്ലോ നിന്റെ വിശ്വസ്തത. തിരുഹൃദയനാഥനേ, ആധരങ്ങളാലെ ഞാൻ അവിടുത്തെ നാമമെന്നുമേറ്റു പാടുമേ. ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങയെക്കുറിച്ച് ഞാൻ എന്തു പറയാൻ? ഈ ഭൂമിയിലെ ഏറ്റവും അലിവുള്ള ആഴക്കടൽ അങ്ങാണ്. അലിവിൻ്റെ തിരമാല ഒരിക്കലും ഒഴിയാത്ത സ്നേഹത്തിൻ്റെ അലകടൽ. നിൻ്റെ കരുണയുടെ ജലം കൊണ്ട്, ദിവ്യ സലിലം കൊണ്ട് തന്നെ കഴുകണം കർത്താവ്. നിൻ്റെ കരുണയുടെ കുടക്കീഴിൽ നിർത്തി ഞങ്ങളെ പാപമഴയിൽ നിന്നും ദുരന്തമഴയിൽ നിന്നും രക്ഷിക്കണമേ. ആ ഉറപ്പിൻ്റെ ആഘോഷത്തോടു കൂടി നിനക്ക് മഹത്വം. ആമേൻ. ഗൃഹാതുരത്വ സ്മരണകൾ ഉണർത്തുന്ന ഓരോ തിരുഹൃദയ വണക്കമാസ ദിനങ്ങളും നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് സകല മർത്യരുടെയും രക്ഷാകേന്ദ്രമായ ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തിൻ്റെ സാന്ത്വനത്തണലിലേക്കാണ്. ഈ അനുഭവം നമുക്ക് വീണ്ടും പകർന്നേകുകയാണ് അനുഗ്രഹീത ഗാനരചയിതാവും സംഗീതജ്ഞനുമായ ശ്രീ ബേബി ജോൺ കലയന്താനി. കുഞ്ഞുനാൾ മുതലേ ഹൃദയത്തിൽ പതിഞ്ഞ ഒരു ഛായാചിത്രമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആ ഛായാചിത്രമാണ്. നമുക്കറിയാമല്ലോ, കുഞ്ഞു മനസ്സുകളിൽ പതിയുന്ന എല്ലാ കാഴ്ചകളും ഹൃദയത്തിന് അനുഗ്രഹമാകും, അഭിഷേകമാകും. ആ തിരുഹൃദയത്തെ ചൂണ്ടിക്കാണിച്ച് അമ്മച്ചി പഠിപ്പിച്ച പ്രാർത്ഥനയായിരുന്നു, ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എൻ്റെ സ്നേഹമായിരിക്കണമേ. ഞാൻ ഓർക്കുന്നു, ദിവ്യകാരുണ്യത്തെക്കുറിച്ച്, പരിശുദ്ധ അമ്മയെക്കുറിച്ച്, അതുപോലെ ദൈവസ്നേഹത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെക്കുറിച്ചൊക്കെ ഗാനരചന നടത്തുവാൻ ദൈവം അനുഗ്രഹം നൽകി. ഒപ്പം ഈ വിശിഷ്ടമായ ദൈവസ്നേഹ വഴി ഈശോയുടെ തിരുഹൃദയ സ്നേഹം ആവിഷ്കരിക്കുവാനും. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, ഒരു തിരുഹൃദയത്തെക്കുറിച്ചൊരു ഗാനം എഴുതുവാനുള്ള ആഗ്രഹവുമായി ഞാൻ കടന്നു വന്നത് ഈ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് സ്ഥാപകനായ കദളിക്കാട്ടിൽ ധന്യനായ മത്തായി അച്ഛൻ്റെ ആ സ്നേഹമാധ്യസ്ഥത്തിൻ്റെ കുടീരത്തിലാണ്. അവിടെ കത്തുന്ന മെഴുതിരിനാളം, അതിലേക്ക് വെറുതെ നോക്കിയിരിക്കുമ്പോഴാണ് തിരുഹൃദയ സ്നേഹത്തിൻ്റെ ഒരു ഈരടി മനസ്സിൽ നിറവായി മാറിയത്. തിരുഹൃദയത്തിൻ മുൻപിൽ സ്വർഗീയ സംഗീത ശാഖയിൽ തൻ്റേതായ മുദ്ര ചാർത്തിയ ശ്രീ ജോജി ജോൺസ് എന്ന അനുഗ്രഹീത സംഗീത സംവിധായകൻ തനിക്ക് ദൈവികമായി ലഭിച്ച വരദാനം ഈ ഗാനത്തിൻ്റെ ജീവനാക്കി പകർത്തിയിരിക്കുകയാണിവിടെ. സംഗീത സംവിധായകനായ എന്നെ സംബന്ധിച്ച് ആ തിരുഹൃദയത്തെ വർണ്ണിച്ച് ഒരു ഗാനം ചെയ്യുവാനായി എന്നെ ഈശോ അനുവദിച്ചു. ശ്രീ ബേബി ജോൺ കലയന്താനി രചന നിർവഹിച്ച് ഞാൻ സംഗീതം നൽകിയ തിരുഹൃദയത്തിൻ്റെ ഗാനമാണ് നിങ്ങളേവരും കേട്ടിട്ടുള്ള തിരുഹൃദയത്തിൻ മുൻപിൽ. തിരുഹൃദയത്തിൻ മുൻപിൽ മെഴുതിരിനാളം പോലെ ഉരുകിടുമാത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ.
തിരുമുറിവിൽ ഞാനേകാം കരളിലെ സ്വപ്നങ്ങൾ തൻ ഒലിവില പൂഞ്ചില്ലകൾ സ്വീകരിക്കൂ നീ സദയം തിരുഹൃദയത്തിൻ മുൻപിൽ. തിരുവചനം പകരാൻ അരികിൽ നീ വന്നിരുന്നു, അറിയുന്നില്ല അപ്പോൾ ഹൃദയം കർത്താവിൻ്റെ സാന്നിധ്യം. ഇരുളിൻ്റെ പാതയിലൂടെ നീങ്ങുന്ന ജീവിതം, എവിടെയോ അലയുന്ന ജീവിതം, മനസ്സുഖമെല്ലാം ദൈവത്തെ ഉപേക്ഷിച്ചതുകൊണ്ട് തന്നെ അലിഞ്ഞില്ലാതായി മനസ്സുഖം നഷ്ടമാകുന്ന ഒരു ശൂന്യതയുടെ അനുഭവം. അവസാനം തിരിച്ചറിയുകയാണ്, കർത്താവേ, നിൻ്റെ തിരുവചനമാണ്, ആ വഴി മാത്രമാണ് എൻ്റെ ആശ്രയമെന്ന്. അങ്ങനെ ഒരു മടങ്ങിവരവിൻ്റെ അനുഭവമാണ് അടുത്ത സ്റ്റാൻസയിൽ കുറിക്കുവാൻ ഇടയാക്കിയത്. തിരുവചനം പകരാൻ അരികിൽ നീ വന്നിരുന്നു, അറിഞ്ഞില്ല എൻ്റെ നാഥ അവിടുത്തെ സാന്നിധ്യം ഞാൻ. തിരുവചനം പകരാൻ അരികിൽ നീ വന്നിരുന്നു, അറിഞ്ഞില്ല എൻ്റെ നാഥ അവിടുത്തെ സാന്നിധ്യം ഞാൻ. ഇരുളിൻ്റെ പാത തേടി അലയവേ ഞാനറിഞ്ഞു, മനസുഖമങ്ങു ദൂരെ എവിടെയോ പോയി മറഞ്ഞു. തിരുവഴിയേശുനാഥ നിന്റെ നാമമൊന്നു മാത്രം തിരുഹൃദയത്തിൻ മുൻപിൽ മെഴുതിരിനാളം പോലെ ഉരുകിടുമാത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ തിരുഹൃദയത്തിൻ മുൻപിൽ. ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് ഒരു പ്രാർത്ഥനാ ഗാനം ചെയ്യണമെന്ന് മനസ്സിൽ ഒത്തിരി ആഗ്രഹം തോന്നി. അങ്ങനെ ബേബി ജോൺ കലയന്താനിയോട് ആവശ്യപ്പെടുകയാണ്, നമുക്ക് ചേട്ടാ എനിക്കിങ്ങനെ ഒരു പാട്ട് ചെയ്യണം, എനിക്ക് അതിൻ്റെ വരികൾ തരാമോ? അങ്ങനെ അദ്ദേഹം എനിക്ക് തന്ന വരികളാണ് തിരുഹൃദയത്തിൻ മുൻപിൽ മെഴുതിരി നാളം പോലെ. അത് ഞാൻ സംഗീതം നൽകി. അതിനുശേഷം അതിൻ്റെ അനുപല്ലവിക്ക് ഞാൻ ഒരു ഈണം കൊടുത്തു, അദ്ദേഹം അതിന് വരികൾ എഴുതി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കമ്പൈൻഡായിട്ട് ആണ് ആ ഒരു ഗാനത്തിൻ്റെ റെക്കോർഡിങ് നടക്കുന്നത്. സമൃദ്ധം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത ഒരു CD-യിലാണ് ആ പാട്ട് വന്നിട്ടുള്ളത്. ഇന്ന് ലോകമെമ്പാടും ആശ്വാസം നൽകുന്ന, പ്രാർത്ഥനാ അനുഭവം നൽകുന്ന ഒരു ഗാനമായിട്ട് തിരുഹൃദയത്തിന് മുൻപിൽ എന്ന ഗാനം മാറിയിട്ടുള്ളത്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി ആത്മസംതൃപ്തിയും ഈശോയോട് അത്രമാത്രം സ്നേഹവും ഉള്ളിൽ തോന്നുകയാണ്. ഇതിൻ്റെ സംഗീത സംവിധായകനായ പ്രിയപ്പെട്ട ജോജി ജോൺസ് എന്നോട് പറഞ്ഞു, ചേട്ടാ നമ്മൾ റെക്കോർഡിംഗ് ആയി കഴിഞ്ഞിരിക്കുന്നു, അടുത്ത ദിവസം റെക്കോർഡിംഗ് ആണ്, അതിൻ്റെ ചരണഭാഗം കൂടി ഒന്ന് തീർത്ത് തരണമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ ഗാനത്തിൻ്റെ മുഴുവൻ അർത്ഥത്തിൻ്റെ തലങ്ങളിലൂടെ ഞാൻ യാത്ര ചെയ്തത്. ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയ ഒരാത്മാവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇനി വേണ്ടത് ഒരു തിരിച്ചുവരവിൻ്റെ ആശയമാണ്. ധൂർത്തപുത്രനെ പോലെ തിരിച്ചു വരുന്ന ആ അനുഭവം കുറിക്കുവാനുള്ള ഒരു ആശയമാണ് അപ്പോൾ മനസ്സിൽ നിറഞ്ഞു വന്നത്. ഭാവനയായി വിടർന്നപ്പോൾ അതിന് ഇങ്ങനെയൊരു അർത്ഥതലം കണ്ടെത്തുവാൻ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് നൽകി. അങ്ങനെയാണ് അതിൻ്റെ ചരണഭാഗം കുറിക്കപ്പെട്ടത്. ഇനിയുമെൻ ജീവനിൽ നീ കരുണയേഴും തണലായി തരളിത സ്നേഹമോടെ തഴുകിടുവാൻ വരണേ.
ഇനിയുമെൻ ജീവനിൽ നീ കരുണയേഴും തണലായി തരളിത സ്നേഹമോടെ തഴുകിടുവാൻ വരണേ. ഇനി എൻ്റെ പാലകനായി അലിവേഴും മോചകനായി അഴലുകൾ നീക്കിടുമെൻ അരികിലെ സ്നേഹിതനായി ഹൃദയത്തിൽ പൂജിക്കുന്നു നിന്നെ എന്നും യേശുനാഥ. ഗാനത്തിൻ്റെ രചനയും സംഗീതവും നടന്നു. സാധാരണ രീതിയിൽ ഒരു പാട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ആരെ കൊണ്ട് പാടിക്കണം എന്നുള്ള കാര്യത്തിൽ നമ്മളിങ്ങനെ ഒരു ആലോചന നടത്താറുണ്ട്. എന്നാൽ ഈ ഒരു ഗാനത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ടാമതൊന്നുകൂടി ചിന്തിക്കേണ്ട ആവശ്യം എൻ്റെ ഉള്ളിലില്ല. കാരണം ഈ ഒരു ഗാനം പാടാനായി ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചതും ദൈവം തിരഞ്ഞെടുത്തതും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കെസ്റ്ററിനെയാണ്. കെസ്റ്റേട്ടനോട് ഈ ഗാനം പാടാനായിട്ട് ആവശ്യപ്പെട്ടു. അദ്ദേഹം വന്നു. മനോഹരമായി അദ്ദേഹം ആ ഗാനം ആലപിച്ചു. ഇന്ന് നാം എല്ലാം കേൾക്കുന്ന തിരുഹൃദയത്തിന് മുൻപിൽ എന്ന ഗാനത്തിന് ആ ഭക്തിയുടെ ആ എല്ലാ പൂർണ്ണതയും നൽകിക്കൊണ്ട് കെസ്റ്റേട്ടൻ അത് മനോഹരമായിട്ട് ആലപിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മളെല്ലാവരും ഏറ്റെടുത്ത ഗാനമാണ്. തിരുഹൃദയത്തിൻ മുൻപിൽ മെഴുതിരിനാളം പോലെ ഉരുകിടുമാത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ. തിരുമുറിവിൽ ഞാനേകാം കരളിലെ സ്വപ്നങ്ങൾ തൻ ഒലിവില പൂഞ്ചില്ലകൾ സ്വീകരിക്കൂ നീ സദയം തിരുഹൃദയത്തിൻ മുൻപിൽ. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ നിങ്ങൾ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ എന്നരുളി ചെയ്ത മിശിഹാനാഥൻ്റെ തിരുഹൃദയം എപ്പോഴും നമുക്കായി തുടിക്കുകയാണ്. ആ ദിവ്യഹൃദയം എന്നും നമ്മുടെ രക്ഷയായിരിക്കട്ടെ.